കോഴിക്കോട് ബാലുശ്ശേരി പനായൽ മകൻ അച്ഛനെ വെട്ടിക്കൊലപ്പെടുത്തി. ചാണറയിൽ അശോകനാണ് മരിച്ചത്. സംഭവത്തിൽ മകൻ സുധീഷിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അതേസമയം പ്രതിയെ പോലീസ് പിടികൂടുന്ന ദൃശ്യങ്ങൾ 24 ലഭിച്ചു. ആ ദൃശ്യങ്ങളിലേക്ക് ഷഹദ് റഹ്മാൻ ചേരുകയാണ് കോഴിക്കോട് നിന്ന്. ഷഹദ്, എന്താണ് സംഭവിച്ചത്? ഈ കൊലപാതകത്തിലേക്ക് നയിച്ച സാഹചര്യം എന്തായിരുന്നു? പ്രവിത, അല്പസമയം അതായത് 8 മണിയോട് കൂടിയിട്ടാണ് ഈ വാർത്ത പുറം ലോകം അറിയുന്നത്. പക്ഷെ നിലവിൽ അവിടെയുള്ള നാട്ടുകാരും അതുപോലെ തന്നെ പോലീസും ഒക്കെ പറയുന്നത് ഈ മരണം വൈകിട്ടോടെ സംഭവിച്ചിട്ടുണ്ടായേക്കാം എന്നുള്ളൊരു കാര്യമാണ്. കാരണം ഈ വീട്ടിൽ വെളിച്ചം കാണാതായപ്പോൾ, സന്ധ്യാസമയമായപ്പോൾ വീട്ടിൽ വെളിച്ചം കാണാതായപ്പോൾ അയൽവാസികൾ എന്താണ് കാരണമെന്ന് തിരക്കിയതാണ്. ആ ഘട്ടത്തിലാണ് ഈ അച്ഛനെ ഈ കിടപ്പുമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. കോഴിക്കോട് ബാലുശ്ശേരിയിലാണ് ഇത്തരമൊരു സംഭവം നടന്നിട്ടുള്ളത്. ചാണറയിൽ അശോകൻ എന്ന് പറയുന്ന അച്ഛനാണ്, 60 വയസ്സാണ്. ഇദ്ദേഹത്തിനാണ് വെട്ടേറ്റത്. മകൻ സുധീഷിനെ ഇപ്പോൾ പോലീസ് പിടികൂടുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ സ്ക്രീനിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അച്ഛനും മകനും മാത്രമാണ് ഈ വീട്ടിൽ താമസമുള്ളത്. രാത്രിയായിട്ടും വീട്ടിൽ വെളിച്ചമൊന്നും കാണാതായതിനെ തുടർന്ന് അയൽവാസികൾ നടത്തിയ പരിശോധനയിലാണ് കിടപ്പുമുറിയിൽ വെട്ടേറ്റ നിലയിൽ അശോകനെ കണ്ടെത്തിയത്. ലഹരിക്ക് അടിമയാണ് ഈ മകൻ സുധീഷ് എന്നുള്ളൊരു കാര്യം നാട്ടുകാരും അതുപോലെ തന്നെ പോലീസും സമ്മതിക്കുന്നുണ്ട്. മാത്രവുമല്ല, മാനസിക വെല്ലുവിളി നേരിടുന്ന വ്യക്തി കൂടിയാണ് ഇദ്ദേഹം എന്നുള്ളൊരു കാര്യവും ഇപ്പോൾ പറയുന്നുണ്ട്. ഈ മരണത്തിലേക്ക് അല്ലെങ്കിൽ കൊലപാതകത്തിലേക്ക് നയിച്ച പ്രധാനപ്പെട്ട കാരണം എന്ന് ഇപ്പോൾ, അതായത് പ്രാഥമികമായിട്ട് പോലീസ് മനസ്സിലാക്കുന്നത്, അച്ഛനും മകനും തമ്മിൽ തിങ്കളാഴ്ച രാവിലെ ചെറിയ രീതിയിലുള്ള വഴക്കുണ്ടായിരുന്നു. വീട്ടിൽ നിന്നും സുധീഷ് അടക്ക എടുത്തുകൊണ്ടുപോയി വിറ്റു എന്നുള്ളതാണ് ഒരു കാരണം. ഇതുമായി ബന്ധപ്പെട്ട തർക്കമാകാം കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നുള്ള പ്രാഥമിക വിലയിരുത്തലാണ് പോലീസിനുള്ളത്. ഇതിൽ ഏറ്റവും വേദന ജനിപ്പിക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ അശോകന് 2 ആൺമക്കളാണ്. 2 പേരും ചെറിയ രീതിയിൽ മാനസിക വെല്ലുവിളി നേരിടുന്നവരാണ്. അശോകന്റെ ഭാര്യ ശോഭനയെ 13 വർഷം മുൻപ് ഇളയ മകൻ കൊലപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. തുടർന്ന് ലഹരിക്കടിമയായ അതേസമയം തന്നെ മാനസിക വെല്ലുവിളി നേരിടുന്ന മകനാണ് അച്ഛനെ വെട്ടിക്കൊലപ്പെടുത്തിയത്. അച്ഛനും മകനും മാത്രമാണ് നിലവിൽ വീട്ടിലുണ്ടായിരുന്നത്. അയൽവാസികൾ നടത്തിയ അന്വേഷണത്തിലാണ് അച്ഛൻ വെട്ടേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഷഹദ് റഹ്മാനാണ് വിവരങ്ങൾ നൽകിയത്.